നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു വാക്കുപോലും പറയാതെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ആഴത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ പങ്കുവെക്കാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെയൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മൗനസംവാദം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഒരുപക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ? ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അത് പതിയെ വലിയൊരു വഴക്കായി മാറുന്നു. ആ സമയത്ത് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മളെ അടുപ്പിക്കുന്നതിന് പകരം കൂടുതൽ അകറ്റിക്കളയും. അപ്പൊ ഈയൊരു ചിന്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്. എങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ തന്നെ നമുക്കിടയിൽ ഒരു മതിലായി മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈയൊരു ഉപമ മാത്രം മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലേ? ഒന്ന് ഓർത്തുനോക്കൂ. ഒരു വഴക്കിനിടയിൽ ദേഷ്യത്തിൽ പറയുന്ന ഓരോ വാക്കും ആളിക്കെത്താൻ തുടങ്ങുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ്. അത് പ്രശ്നം തീർക്കുന്നതിന് പകരം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. അപ്പോ നമ്മുടെ മുന്നില് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴിയില് വാക്കുകൾ പെട്രോളായി മാറി ബന്ധങ്ങളില് വലിയൊരു മതില് പണിയുന്നു. എന്നാൽ രണ്ടാമത്തെ വഴിയിലോ, അവിടെ നമ്മൾ മൗനത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അത് നമുക്കിടയിൽ ഒരു പാലം പണിയുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് വളരെ